അസ്സലാമലൈക്കും. നമ്മൾ നോർമലി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പാർട്ടി വെയർ ആയിട്ടും അല്ലാണ്ട് നോർമൽ യൂസ് ചെയ്യുന്ന ഇയറിങ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അല്ലേ. എന്നാൽ വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഒരു അടിപൊളി ഇയറിങ്സ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മോഡലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് OHP ഷീറ്റാണ്. OHP ഷീറ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് വാക്സ് ഷീറ്റാണ്. ഈ 2 ഷീറ്റുമാണ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സ്റ്റോൺ പിക്കറാണ്. ഈ ഒരു പെന്നിന് നമുക്ക് 35 റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റഡ് ബേസ് എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു പീസിന് 1 രൂപ കണക്കിനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ B7000ൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതൊട്ടുന്ന ഗ്ലൂവും യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ കുന്തൻ സ്റ്റോൺസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ സൈസിൽ സ്റ്റോണിന് പാക്കറ്റ് റേറ്റ് 50 റുപ്പീസിനാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഒരു വലിയ സ്റ്റോണ് ഈ ഒരു പാക്കറ്റിന് 90 റുപ്പീസിനാണ് കിട്ടിയത്. ഇത് രണ്ടും വളരെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്തത് എവിടെ നിന്നാണെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മളൊരു ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഇയറിങ്സ് മേക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ OHP ഷീറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി നമ്മളുടെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഉള്ള ആ ഒരു സ്റ്റോൺ ഞാനിങ്ങനെ ഹെക്സഗൺ മാതിരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴേക്ക് വരുന്ന പോലെ ഓരോ സ്റ്റോണും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി എന്ന് മാത്രം. അതായത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ തരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലായിട്ട് ഇതിൽ വേരിയേഷനൊക്കെ വരുത്തി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി പോകുന്ന രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം എല്ലാ കമൻറ്റിനും റിപ്ലൈ തന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും നിങ്ങളൊരു കമൻറ്റായിട്ട് അറിയിക്കുക. അതൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്ക് അത്രയധികം സന്തോഷമൊക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുള്ള എല്ലാ വീഡിയോസിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയിലും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റോൺ ബേസൊക്കെ വെച്ച് എല്ലാം നമ്മൾ കറക്റ്റിന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഷേപ്പിന് കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഇതിലുണ്ടായാലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണും. നമ്മൾ മിസ്റ്റേക്ക് വന്നല്ലേ നല്ലതിലേക്ക് എത്തുന്നത്. എന്നിട്ട് നമ്മളിനി ഇതിൻ്റെ ബാക്കിലേക്ക് വാക്സ് ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഡ് ബേസ് ഇതുപോലെ വെച്ചിട്ട് അതാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാക്സ് ഷീറ്റ് നമ്മൾ ആ ഒരു ഇയറിങ്ങിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാക്സ് ഷീറ്റ് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇയറിങ്ങിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ അതായിരിക്കും കൂടുതൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇയറിങ്ങിൻ്റെ ബേസും വാക്സ് ഷീറ്റും കൂടി ഒക്കെ ഒട്ടിച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഒരു ഇയറിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇയറിങ്. ഇനി നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് മെത്തേഡിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റോൺ ചെയിനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സൈസിൽ സ്റ്റോൺ ചെയിനാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു മോഡലിലെ ഇയറിങ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായിട്ട് ഞാൻ സ്റ്റോൺ ചെയിൻ പല സൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ഷേപ്പിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലായിട്ട് നമ്മളുടെ OHP ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആദ്യം ഏറ്റവും വലിയ സൈസിലുള്ള കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് സൈസ് ഡിപ്പെൻഡ് ചെയ്ത് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൻറ്ററിൽ ഏറ്റവും എത്തുന്ന ടൈമിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നണേ. ചിലപ്പോൾ ആദ്യം ചെറുത് വെച്ചു പിന്നെ അതിലും വലുത് വെച്ച് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് എളുപ്പം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഒന്നുകൂടി നിങ്ങളെ കാണിച്ചു തരുന്നത്. ഓരോ സ്റ്റോൺ ചെയിൻ ഇങ്ങനെ വെക്കുമ്പോഴും നല്ലപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ലെവലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം സ്റ്റോൺ ചെയിൻ്റെ ഇടയിൽ തന്നെ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കൈവച്ചെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് അകത്തി പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് ഇത് എക്സസ് ആയിട്ട് നിൽക്കുന്ന OHP ഷീറ്റ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ
സ്റ്റഡ് ബേസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ വാക്സ് ഷീറ്റ് കൂടി ആഡ് ചെയ്തിട്ട് ദേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഇയറിങ്ങും റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 മോഡലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മളുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം കമൻറ്റും ചെയ്യണേ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെയാണ് ഉള്ളതും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.